എല്ലാവരും അറഞ്ചം പുറഞ്ചം കാലും മാറി എന്ന് തന്നെ പറയാം. നമ്മുടെ പ്രദീപും അനുവും നെവിനും കൂടി ഇന്നലെ റൂമിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനു പറയുന്നുണ്ട് ഇവിടെ ആരും വിശ്വസിക്കാൻ പറ്റത്തില്ല. യെസ്, അവിടെ ആരും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇവിടെ എല്ലാവരും ഫേക്ക് ആണ്. ഓഫ് കോഴ്സ് അവിടെ ഗെയിം കളിക്കാനാണ് വന്നിരിക്കുന്നത്. ചിലപ്പോൾ റിയൽ ക്യാരക്ടർ മാറ്റി വെച്ചിട്ട് ആ ഗെയിമിനെ മാത്രം ഫോക്കസ് ചെയ്ത് ഫേക്ക് ഫേസ് ഇടുന്നവരെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അവിടുത്തെ എൻഡ് ഓഫ് ദ ഡേ ഉദ്ദേശം എന്താണ്? ഫസ്റ്റ് കപ്പ് ആർക്കാണ്? ഇത്രയും പേരിൽ ഒരാൾക്കേ കപ്പ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഫേക്ക് ആയിട്ട് നിന്നിട്ട് വേണമെങ്കിലും ഗെയിം കളിക്കാം. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഗെയിമർ എന്നതിനേക്കാൾ ഉപരി അയാളുടെ ഹ്യൂമാനിറ്റി, അയാളുടെ മെന്റൽ സ്ട്രെങ്ത്, അയാളുടെ ക്യാരക്ടർ, അയാളുടെ ആറ്റിറ്റ്യൂഡ്, അയാളുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ ആൾക്കാർ ശ്രദ്ധിക്കുന്നതാണ്. അപ്പൊ അനുമോള് പറയുന്നുണ്ട് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല, ഇവിടെ എല്ലാവരും ഫേക്ക് ആയിട്ടാണ് നിൽക്കുന്നത്, ഇമോഷൻസ് ഇല്ല, നിങ്ങൾ എന്നെ പോലും വിശ്വസിക്കേണ്ട, അതുകൊണ്ട് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ പുറത്തു വെച്ച് മതി എന്ന് പറയുന്നുണ്ട്. അപ്പം പ്രദീപും അനുവുമായിട്ട് ഓൾറെഡി ഒരു ഗെയിം കളക്ഷൻ, ഗെയിം ഇൻ ദ സെൻസ് ലൈക്ക് ഒരു ഫ്രണ്ട്ലി മാനർ അവിടെ വലിക്കുന്നുണ്ട്. നെവിൻ ഇപ്പൊ തൽക്കാലം ഇങ്ങോട്ടേക്ക് മാറിയേക്കാണ്. ഇവരുടെ ഗ്രൂപ്പാണോ എന്താണെന്നൊന്നും അറിയത്തില്ല. നിന്നെ പുറത്താക്കിയിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോവുള്ളൂ, അല്ലെങ്കിൽ നിന്നെ ഞാനിവിടെ വച്ച് പൊറപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു സമയം നെവിൻ ഉണ്ടായിരുന്നു. പക്ഷെ നെവിൻ ഇപ്പൊ മാറി. ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തികച്ചും നെവിൻ ലൈക്ക് ഒരു അനുവായിട്ട് മാത്രമേ ഫ്രണ്ട്ഷിപ്പ് വയ്ക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ എന്താണെന്നറിയോ, നെവിൻ നമ്മുടെ കൺസെഷൻ റൂമിൽ പറയുന്നുണ്ടായിരുന്നു അപ്പാനി നെവിൻ പോണ സമയത്ത് നീ കുറച്ച് തീരുമാനത്തിൽ നിൽക്കണം എന്ന് പറയുകയും പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ നീ വരാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് കാണിച്ചൊരു ഡബിൾ സ്റ്റാൻഡ് നെവിൻ അവിടെ പോയിന്റ് ഔട്ട് ചെയ്തു. അപ്പൊ അതേപോലെ തന്നെ നെവിൻ ഇപ്പൊ പറയുന്നു അനു ഉള്ളപ്പോ നിൽക്കില്ല എന്ന് പറഞ്ഞ നെവിൻ ഇപ്പൊ പറയുന്നു അനുവായിട്ട് മാത്രമേ കമ്പനി വയ്ക്കുള്ളൂ എന്ന്. മേ ബി അടുത്തറിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഒരു അനുവിന്റെ പ്യൂരിറ്റി മനസ്സിലായിട്ടാവാം, അതല്ലെങ്കിൽ ഗെയിം ഇപ്പൊ ഇങ്ങനെയാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് മറിഞ്ഞതാവാം. എന്തായാലും എല്ലാവരും ഇപ്പൊ അനുവിന്റെ പുറകെയാണ്. കാരണം അനുവിന്റെ പ്രേക്ഷക സപ്പോർട്ട് മനസ്സിലായതുകൊണ്ട് തന്നെ എല്ലാവരും അനുവിന്റെ പുറകെ തന്നെയാണ്. അതൊരു സ്ട്രാറ്റജി ആവാം, അല്ലെങ്കിൽ ഒരു മൈൻഡ് ഗെയിം ആവാം, അല്ലെങ്കിൽ ഒരു ഡബിൾ സ്റ്റാൻഡ് ആവാം.